ക്ലാസ് 10ലെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേരെന്താ? ഫസ്റ്റ് ചാപ്റ്ററാണ് അരിത്തമെറ്റിക് സീക്വൻസസ്. അപ്പം നമ്മളിവിടെ എന്താണ് സീക്വൻസ് എന്ന് പഠിക്കും, അതായത് എന്താണ് നമ്പർ സീക്വൻസ് എന്താണെന്ന് പഠിക്കും, പിന്നെ എന്താണ് അരിത്തമെറ്റിക് സീക്വൻസ് എന്താണെന്ന് പറയും. അങ്ങനെയാണ് നമ്മൾ പഠിച്ചു പോവുക. അപ്പോൾ ഫസ്റ്റ് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? ഏതാ? 1, 2, 3, 4 എക്സെട്ര. ഇത് സ്റ്റാർട്ട് ചെയ്യണത് 1ലാണ്, പിന്നെ അടുത്ത നമ്പർ 2 വരും, 3 വരും, 4 വരും, 5 വരും, 6 വരും. അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കില്ലേ? ഇതിനൊരു എൻഡിങ് ഉണ്ടാവുമോ? ഇല്ല. ഇപ്പം ഇതിലിങ്ങനെ പോയിട്ട് 100 വരും, 100 കഴിഞ്ഞ് എന്ത് വരും? 1000 വരും, 10,000 വരും, പിന്നെ എന്ത് വരും? 1 lakh വരും, 10 lakh വരും, പിന്നെ അങ്ങനെ ഇത് പോയിക്കൊണ്ടേയിരിക്കും അല്ലേ? ഇതിനൊരു എൻഡിങ് ഇല്ല. ഇതാണ് നാച്ചുറൽ നമ്പേഴ്സ്. ഇനി എന്താ ഈവൻ നമ്പേഴ്സ്? ഈവൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇരട്ട സംഖ്യകൾ. ഏതാണ് ഇരട്ട സംഖ്യകൾ? 2, 4, 6, 8 എക്സെട്ര അല്ലേ? അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഇരട്ട സംഖ്യകൾ എന്ന് പറയാം. ഇരട്ട സംഖ്യകൾക്കും ആ ഒരു അവസാനം ഉണ്ടോ? ഇല്ല. 8 കഴിഞ്ഞാൽ 10, 10 കഴിഞ്ഞാൽ 12, 12 കഴിഞ്ഞാൽ 14, ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അല്ലേ? പക്ഷേ സ്റ്റാർട്ടിങ് എന്താ? സ്റ്റാർട്ടിങ് 2ആണ്. ഇനി അടുത്തത് ഓഡ് നമ്പേഴ്സ്. എന്താണ് ഓഡ് നമ്പേഴ്സ്? ഓഡ് നമ്പേഴ്സ് പറഞ്ഞാൽ ഒറ്റ സംഖ്യകൾ ഏതൊക്കെ? 1, 3, 5, 7, 9 ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അല്ലേ? അപ്പോൾ ഇതിനും ഒരു എൻഡിങ് ഇല്ല, പക്ഷെ തുടക്കം എന്താണ്? 1ആണ് അല്ലേ? ഇനി ഹാൽസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. എന്താ അവിടെ പറയണേ? നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഹാഫ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഹാഫ്. ഒരു നമ്പറിൻ്റെ നമ്മൾ പറയുമ്പോൾ ഹാഫ് എന്ന് പറയും, ഒരുപാട് നമ്പറിൻ്റെ പറയുമ്പോൾ ഹാഫ്സ് എന്നാ പറയാം. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സിൻ്റെയൊക്കെ ഹാഫ് എടുക്കണം അല്ലേ? നാച്ചുറൽ നമ്പേഴ്സ് ഏതാ? 1, 2, 3 എക്സെട്ര. അപ്പോൾ അതിൻ്റെ ഹാഫ് എടുക്കുമ്പോൾ എങ്ങനെ വരും? 1/2, 2/2, 3/2, 4/2 എക്സെട്ര അല്ലേ? ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? 1/2നെ 1/2 തന്നെ എഴുതാം. 2/2നെ എങ്ങനെ? 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താ കിട്ടുക? 1 അല്ലേ? 3/2ൽ പോവോ? ഇല്ല. 3/2 അങ്ങനെ തന്നെ എഴുതണം. 4/2, 4നെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റില്ലേ? അപ്പോൾ 4നെ 2 കൊണ്ട് ഹരിച്ച് എന്താ കിട്ടുക? 2. പിന്നെ ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതും എന്താ? നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഹാഫ്സ് എടുത്താൽ അതും എന്താ? ഇങ്ങനെ ഫസ്റ്റ് ഒരു നമ്പർ ഉണ്ടാവും, പിന്നെ അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അല്ലേ? പിന്നെ ഇനി സ്ക്വയേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പറിൻ്റെ സ്ക്വയർ റോൾ എടുക്കുക. സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നമ്പറിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് എന്നുള്ളത് ഒരു നമ്പറാണ് വിചാരിക്കുക. ഏത് നമ്പറും 1, 2, 10, 12, 14, 24, 100, 150 എന്ത് വേണമെങ്കിലും ആവാം. ഒരു നമ്പറിൻ്റെ സ്ക്വയർ കാണാൻ പറഞ്ഞാൽ എങ്ങനെ ചെയ്യുക? ആ നമ്പർ തന്നെ 2 തവണ മൾട്ടിപ്ലൈ ചെയ്യുക. 2 തവണ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് അതിൻ്റെ സ്ക്വയർ കിട്ടും. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയർ എങ്ങനെ കാണുക? ആദ്യത്തെ നമ്പർ 1 ആണല്ലേ? അപ്പോൾ 1ൻ്റെ സ്ക്വയർ 2, പിന്നെ അടുത്ത നമ്പർ 2, അപ്പോൾ 2ൻ്റെ സ്ക്വയർ, അടുത്ത നമ്പർ 3, അപ്പോൾ 3ൻ്റെ സ്ക്വയർ, 4ൻ്റെ സ്ക്വയർ എക്സെട്ര അങ്ങനെ എഴുതാം. 1ൻ്റെ സ്ക്വയർ എത്രയാണ്? 1. 2ൻ്റെ സ്ക്വയർ എത്രയാണ്? 2ൻ്റെ സ്ക്വയർ പറയുമ്പോൾ 2 × 2, 2 × 2 എത്രയാണ്? 4. 3ൻ്റെ സ്ക്വയർ എന്താ? 3 × 3, 3 × 3 എത്രയാണ്? 9. 4ൻ്റെ സ്ക്വയർ 4 × 4, 4 × 4 16. അപ്പോൾ ഇപ്പോഴും നമുക്ക് എന്ത് കിട്ടി? ഫസ്റ്റ് തുടക്കം കിട്ടി, അത് കഴിഞ്ഞിട്ട് അടുത്ത നമ്പർ ഏതാണെന്ന് മനസ്സിലായി, അത് കഴിഞ്ഞിട്ട് അടുത്ത നമ്പർ ഏതാണെന്ന് മനസ്സിലായി, പിന്നെ ഇതിനൊരു എൻഡിങ് ഇല്ല, ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കില്ലേ? അപ്പോൾ എന്താണ് നമ്പർ സീക്വൻസ്? ഇനി പറയാൻ പോണത് എന്താണ് നമ്പർ സീക്വൻസ് എന്നാണ്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്പർ സീക്വൻസ്? അത് ഒരു കളക്ഷൻ ഓഫ് നമ്പേഴ്സ് ആണ്. കളക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കൂട്ടം അല്ലേ? അതൊരു കൂട്ടം ഓഫ് നമ്പേഴ്സ് ആണ്. അപ്പോൾ അവിടെ എന്തൊരു വെറുതെ ഒരു കുറച്ച് നമ്പേഴ്സ് എഴുതിയാൽ നമ്പർ സീക്വൻസ് ആവോ? ഇല്ല. അപ്പോൾ അവിടെ എന്താ? ഒരു പ്രത്യേകത ഉണ്ട്. എന്താ? ഫസ്റ്റ് ഒരു നമ്പർ ഉണ്ടാവും, പിന്നെ അടുത്തത് സെക്കൻഡ് നമ്പർ ഉണ്ടാവും, പിന്നെ തേർഡ് ഉണ്ടാവും, ഫോർത്ത് ഉണ്ടാവും, ഫിഫ്ത്ത് ഉണ്ടാവും, സിക്സ്ത് ഉണ്ടാവും. അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അല്ലേ? ഏതോ ഒരു റൂൾ വെച്ചിട്ട്, അക്കോർഡിംഗ് ടു സം റൂൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ ഇവിടെ നാച്ചുറൽ നമ്പേഴ്സ് നോക്കിക്കേ.
1 കഴിഞ്ഞപ്പോൾ 2 ആണ്, 2 കഴിഞ്ഞപ്പോൾ 3 ആണ്, 3 കഴിഞ്ഞപ്പോൾ 4 ആണ്. അപ്പോൾ എന്താ, 1 കൂടെ 1 കൂട്ടുമ്പോഴാണ് 2 അല്ലേ, 2 കൂടെ 1 കൂട്ടുമ്പോൾ 3, 3 കൂടെ 1 കൂട്ടുമ്പോൾ 4. അപ്പോൾ ഇവിടെ എന്താ, അടുത്ത നമ്പർ കിട്ടാൻ നമ്മൾ എന്താ ചെയ്യണത്, 1 ആഡ് ചെയ്ത് കൊടുക്കുക. 4 കൂടെ 1 കൂട്ടിയാൽ 5 കിട്ടും. അപ്പോൾ 5ൻ്റെ അടുത്ത ടേം കിട്ടാൻ എന്താ ചെയ്യുക, 5 കൂടെ 1 കൂട്ടുമ്പോൾ 6 കിട്ടും. അതേപോലെ ഈവൻ നമ്പേഴ്സിൻ്റെ അടുത്ത് നോക്കിക്കേ, ഫസ്റ്റ് നമ്പർ 2, 2 കൂടെ 2 കൂട്ടുമ്പോഴല്ലേ 4 കിട്ടുക, 4 കൂടെ 2 കൂട്ടുമ്പോൾ 6 കിട്ടും, 6 കൂടെ 2 കൂട്ടുമ്പോൾ 8 കിട്ടും. അപ്പോൾ അടുത്ത നമ്പർ നമ്മൾ എങ്ങനെ എഴുതും, 2 കൂട്ടി എഴുതും അല്ലേ. ഓഡ് നമ്പർ നോക്കുമ്പോഴും എങ്ങനെ, ഫസ്റ്റ് നമ്പർ 1, 1 കൂടെ 2 കൂട്ടുമ്പോൾ 3 കിട്ടും, 3 കൂടെ 2 കൂട്ടുമ്പോൾ 5 കിട്ടും, 5 കൂടെ 2 കൂട്ടുമ്പോൾ 7 കിട്ടും അല്ലേ. അപ്പോൾ ഇവിടെ എന്താ, 2 ആഡ് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടണത്. അതേപോലെ ഓരോന്നിലും ഓരോ റൂൾ ഉണ്ടായിരിക്കും. ഇനി ഇവിടെ നോക്കി നോക്കാം, നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഹാഫ് എടുത്തപ്പോഴാണ് നമുക്ക് ഈ ഒന്ന് കിട്ടിയത് അല്ലേ. ആദ്യം 1/2 കിട്ടി, 1 കിട്ടി, 3/2 കിട്ടി, 2 കിട്ടി. ഇനി അടുത്തത് എന്തായിരിക്കും, 5/2 കിട്ടും അല്ലേ. അപ്പോൾ നമുക്കറിയാം അടുത്ത നമ്പർ എന്താ കിട്ടുക എന്നറിയാം. അപ്പോൾ ആ ഒരു റൂള് വെച്ചിട്ടല്ലേ നമ്മൾ എഴുതണത്. ഇവിടെ ഹാഫ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാത്തിൻ്റെയും ഹാഫ് കാണുക അല്ലേ. ഇനി സ്ക്വയർ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഓരോ നാച്ചുറൽ നമ്പറിൻ്റെയും സ്ക്വയർ കാണും. അപ്പോൾ ഒരു റൂൾ ഉണ്ട് അല്ലേ. ഒരു റൂള് വെച്ചിട്ട് നമുക്ക് കുറച്ച് നമ്പേഴ്സിൻ്റെ കളക്ഷൻ കിട്ടും. ആ നമ്പേഴ്സിൽ ഒരു ഫസ്റ്റ് നമ്പർ ഉണ്ടാവും, സെക്കൻഡ് നമ്പർ ഉണ്ടാവും, തേർഡ് ഉണ്ടാവും, ഫോർത്ത് ഉണ്ടാവും, ഫിഫ്ത്ത് ഉണ്ടാവും. അങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ളതിനെയാണ് പറയുന്നത് സീക്വൻസ്, നമ്പർ സീക്വൻസ്. ഇതൊക്കെ നമ്പേഴ്സ് അല്ലേ, ഏതെടുത്താലും നോക്കിയോക്കാ, ഇതൊക്കെ എടുത്തുമ്പോഴും എല്ലാം നമ്പേഴ്സാണ്. അപ്പം നമ്പേഴ്സ് വെച്ചിട്ട് ഇങ്ങനെ എഴുതണതിന് എന്ത് പറയും, നമ്പർ സീക്വൻസ് എന്ന് പറയും. എല്ലാവർക്കും മനസ്സിലായോ? ഇനി നമുക്ക് എങ്ങനെ കുറച്ച് സീക്വൻസസുകൾ ഉണ്ടാക്കാം. ഇതൊക്കെ നമുക്ക് മുന്നേ അറിയുന്ന സീക്വൻസസ് ആണ് അല്ലേ. നാച്ചുറൽ നമ്പേഴ്സും ഈവൻ നമ്പേഴ്സും ഓഡ് നമ്പേഴ്സും ഒക്കെ നമുക്ക് അറിയാം, മുന്നേ അറിയുന്ന സീക്വൻസസുകളാണ്. ഇനി നമുക്ക് എന്തെടുക്കാം, പോളിഗൺസ് എന്ന് പറഞ്ഞാൽ അറിയോ, പോളിഗൺസ് എന്ന് പറഞ്ഞാൽ എന്താ, ട്രയാങ്കിൾ ഒരു പോളിഗണാണ് അല്ലേ, സ്ക്വയർ ഒരു പോളിഗണാണ്, പിന്നെ പെൻറ്റഗൺ ഒരു പോളിഗണാണ്, ഹെക്സഗൺ ഒരു പോളിഗണാണ്. അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അല്ലേ. 3 സൈഡുള്ളതിനല്ലേ നമ്മൾ ട്രയാങ്കിൾ എന്ന് പറയുക. ഇതൊക്കെ എങ്ങനെ, ഈ ഫിഗേഴ്സിനെയാണ് എന്ത് പറയുക, പോളിഗൺസ്. അപ്പോൾ പോളിഗൺസിലെ ഓരോന്നിൻ്റെ നമ്പർ ഓഫ് സൈഡ് എടുത്താൽ അവിടെ നമുക്കൊരു നമ്പർ സീക്വൻസ് കിട്ടുമെന്നാണ് പറയണേ. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ട്രയാങ്കിൾ എടുക്കുമ്പോൾ എത്ര സൈഡ് ഉണ്ട്, 3 സൈഡ്. സ്ക്വയറോ റെക്റ്റാങ്കിളോ എന്തെടുത്താലും അതിൽ എത്ര സൈഡ് ഉണ്ട്, 4 സൈഡ്. പെൻറ്റഗൺ എടുക്കുമ്പോൾ അതിൽ എത്ര സൈഡ് ഉണ്ട്, 5 സൈഡ് അല്ലേ. അപ്പോൾ ഹെക്സഗൺ എടുക്കുമ്പോൾ എത്ര സൈഡ് ഉണ്ട്, 6 സൈഡ് ഉണ്ട്. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. 7 സൈഡുള്ളത് നമുക്ക് വരയ്ക്കാൻ പറ്റും, 8 സൈഡുള്ള ഒക്ടഗൺ നമുക്ക് വരയ്ക്കാൻ പറ്റും, പിന്നെ 9 സൈഡുള്ളത് വരയ്ക്കാൻ പറ്റും, 10 സൈഡുള്ളത് വരയ്ക്കാൻ പറ്റും. അപ്പോൾ അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അല്ലേ. അപ്പോൾ പോളിഗൺസിൻ്റെ നമ്പർ ഓഫ് സൈഡ്സ് എടുത്താൽ നമുക്കൊരു നമ്പർ സീക്വൻസ് കിട്ടും. കിട്ടിയില്ലേ, 3 തുടക്കം 3, പിന്നെ 4, 5, 6 എക്സെട്ര. ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അല്ലേ. ഇവിടെ എങ്ങനെ കിട്ടണത്, 3 കൂടെ 1 കൂട്ടുമ്പോൾ 4, 4 കൂടെ 1 കൂട്ടുമ്പോൾ 5, 5 കൂടെ 1 കൂട്ടുമ്പോൾ 6. അപ്പം നമുക്ക് അങ്ങനെ കിട്ടുന്നുണ്ട് അല്ലേ. ഇനി എന്താ, ഇത് നമ്മൾ സൈഡ്സ് വെച്ചിട്ട് നമ്പർ ഓഫ് സൈഡ്സ് എടുത്തപ്പോൾ നമുക്കൊരു നമ്പർ സീക്വൻസ് കിട്ടി. ഇനി ഈ പോളിഗൺസിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾ പറഞ്ഞാൽ എന്താണെന്നറിയോ, ഇൻറ്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ട്രയാങ്കിളിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഏതറിയോ, ഇത് ഉള്ളിലുള്ള ആംഗിളിനെയാണ് ഇൻറ്റീരിയർ ആംഗിൾ എന്ന് പറയും. ഇനി സ്ക്വയറിൻ്റെ എടുക്കുകയാണെന്ന് വെച്ചാൽ ഏതാ വരിക, ഇത് അല്ലേ. ഉള്ളിലുള്ള ആംഗിൾസ് ആണ് ഇൻറ്റീരിയർ ആംഗിൾ. അപ്പോൾ നമ്മളിപ്പോൾ നമ്പർ ഓഫ് സൈഡ്സ് എടുത്തപ്പോൾ എന്തായി, ഒരു നമ്പർ സീക്വൻസ് ആയി. ഇനി നമ്മൾ എന്താ എടുക്കുകയെന്ന് അറിയോ, സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾസ്. സം എന്ന് പറഞ്ഞാൽ എന്താ, സം എന്ന് പറഞ്ഞാൽ കൂട്ടി എഴുതണം, മൊത്തം കൂട്ടണം അല്ലേ. സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇതൊരു ഇൻറ്റീരിയർ ആംഗിളാണ്, ഇതൊരു ഇൻറ്റീരിയർ ആംഗിളാണ്, ഇതൊരു ഇൻറ്റീരിയർ ആംഗിളാണ്. അപ്പോൾ 3 ഇൻറ്റീരിയർ ആംഗിളും കൂടി കൂട്ടിയിട്ട് എത്രയാണോ കിട്ടുക നോക്കുക. അതിൻ്റെ ട്രയാങ്കിളിൻ്റെ എടുത്താലും സ്ക്വയറിൻ്റെ എടുക്കുക, പെൻറ്റഗണിൻ്റെ എടുക്കുക, ഹെക്സഗണിൻ്റെ എടുക്കുക. അങ്ങനെ എടുത്തു പോയാൽ നമുക്കൊരു നമ്പർ സീക്വൻസ് കിട്ടും എന്നാണ് പറയുന്നത്. നോക്കാം, ട്രയാങ്കിളിൻ്റെ ഉള്ളിലുള്ള ആംഗിൾസ് കൂട്ടിയാൽ നമുക്ക് എത്രയാണ് കിട്ടുക, 180 അല്ലേ. അതറിയോ, 180 കിട്ടുക. സ്ക്വയറിൻ്റെ എല്ലാ സൈഡും എത്ര വരിക, സ്ക്വയറോ റെക്റ്റാങ്കിൾ ആയാലും എല്ലാ സൈഡും ആംഗിൾ എത്ര വരിക, 90 ഡിഗ്രി അല്ലേ. ഇതാണ് 90 ഡിഗ്രി. അപ്പോൾ 4 സൈഡും 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രി 4 സൈഡും കൂട്ടിയാൽ എത്ര കിട്ടും, 360 കിട്ടും.
360. അപ്പം 4 സൈഡുള്ളതിൻ്റെ 360 കിട്ടി. ഇനി 5 സൈഡുള്ളത് പെൻറ്റഗൺ ആണ്. പെൻറ്റഗണിൻ്റെ ഈ ഉള്ളിലുള്ള ആംഗിൾസ് കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടുമെന്നറിയോ? 540 കിട്ടും. പിന്നെ ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇതിപ്പോൾ 3 സൈഡുള്ളതിൻ്റെ, ഇത് 4 സൈഡുള്ള പോളിഗണിൻ്റെ, ഇത് 5 സൈഡുള്ള പോളിഗണിൻ്റെ. അപ്പോൾ ഇവിടെ എത്രയാണ് കൂട്ടി കൂട്ടി പോണേ? 180 കൂടെ 180 കൂട്ടിയല്ലേ 360, 360 കൂടെ 180 കൂട്ടിയല്ലേ 540. അപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള ഇൻറ്റീരിയർ ആംഗിൾ അറിയാതെയും ഇതിൻ്റെ ബാക്കി എഴുതിക്കൂടെ? 540 കൂടെ 180 കൂട്ടിയാൽ നമുക്ക് അടുത്ത ടേം കിട്ടും. അടുത്ത ടേം എന്ന് പറഞ്ഞാൽ എന്താ? ഇത് 3 സൈഡുള്ളതിൻ്റെ, ഇത് 4 സൈഡ്, ഇത് 5 സൈഡ്. അപ്പോൾ 6 സൈഡുള്ള പോളിഗണിൻ്റെ ഉള്ളിലുള്ള ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സം എത്രയാണെന്ന് നമുക്ക് ഇത് കൂടെ 180 കൂട്ടിയാൽ കിട്ടും അല്ലേ? അപ്പോൾ 180, 360, 540, എക്സെട്ര എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? നമ്പർ സീക്വൻസ് ആണ് എന്ന് കിട്ടി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് മനസ്സിലായോ? ഇതിൽ വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കണേ. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഇനിയും നമുക്ക് ഇതേപോലെ നമ്പർ സീക്വൻസസ് 1-2 എണ്ണത്തിൻ്റെ കൂടെ എഴുതാൻ പഠിക്കാം. അതിനുശേഷം എന്താണ് അരിതമെറ്റിക് സീക്വൻസ് എന്നാണ് ക്ലാസ് എടുക്കാൻ പോകുന്നത്. ഓക്കെ.